ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്ന് ഈ ഡേ തുടങ്ങുന്നത് ശരിക്കും ഞങ്ങൾക്ക് ഇവിടെ വെച്ചാണ്, ലുലുന്ന്. കാരണം പകൽ മൊത്തം ഉറങ്ങി ഒരു സമയത്ത് എണീക്കും. പിന്നെ ഒരു ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു ഓട്ടമാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ പുറത്തിറങ്ങുന്ന സമയത്താണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. കാരണം വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് എന്താ പറയുക, അങ്ങനെ ഒരു റൂട്ടീനൊന്നുമില്ല. ഇങ്ങനെ എണീക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക, പിന്നെ റെസ്റ്റ് എടുക്കുക, ഇതൊക്കെ തന്നെയാണ്. അപ്പം നമുക്ക് ഈ കാര്യങ്ങളൊന്നും വീഡിയോയിൽ എപ്പോഴും കൊണ്ടുവന്നാൽ നിങ്ങൾക്കും ബോറാവും, എടുക്കുന്ന എനിക്കും ബോറാവും. അതുകൊണ്ട് ഞാൻ പുറത്ത് ഇറങ്ങുന്ന സമയത്താണ് മെജോറിറ്റി വീഡിയോസൊക്കെ എടുക്കാറ്. അങ്ങനെ ഇന്ന് ലുലുവിൽ വന്നതാണ്. ഇന്ന് നമുക്ക് ഈ സമയത്ത് ഇപ്പോൾ ഏകദേശം ഒരു 9:15 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു രാത്രി. അപ്പോൾ എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നീലാണ്ട് ഓഫാണ്. അപ്പം ഇന്ന് രാത്രി നാളത്തേക്കുള്ള ഫുഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ, നാളെ നമുക്ക് എന്താ പറയുക, കപ്പയും ബീഫും, ഒന്ന് കപ്പ ബിരിയാണി അങ്ങനെ എന്തായാലും പറയുക, അത് ഉണ്ടാക്കണം എന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പം അതിനുള്ള സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായിട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ബീഫിൻ്റെ. ഇതിൽ അത് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്, ആ ഒരു ബീഫിൻ്റെ പാക്കറ്റ് വാങ്ങണം എന്നുള്ളത്. എൻ്റെ ബോബിയിലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ തോന്നുന്നു, ഇപ്പം എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. പാക്ക് കുറേ തിരഞ്ഞു ഞാൻ, അങ്ങനെ ആ പാക്കൊക്കെ കിട്ടി ലാസ്റ്റ്. പിന്നെ അടുത്ത ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കപ്പ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കുറേ ഉണ്ടായിരുന്നു, പ്രൈസൊക്കെ പല റേറ്റിലാണ്. എന്നാലും നല്ല കപ്പ ഏതാണെന്നുള്ളത് ഇങ്ങനെ കുറേ ഡൗട്ട് അടിച്ച് വന്നു. പൊതുവേ ഞങ്ങൾ ഇതുവരെ ഫ്രോസൺ കപ്പ വാങ്ങിയത് നെസ്റ്റോന്നാണ്. അപ്പം ഫസ്റ്റ് ടൈമാണ് ലുലുന്ന് വാങ്ങുന്നത്. അപ്പം എങ്ങനെയാണ് എന്താണ് എടുക്കേണ്ടതെന്ന് ഒരു ഐഡിയ അല്ല. അപ്പം ഞങ്ങൾ റേറ്റും അതേപോലെ തന്നെ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് എടുത്തത്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, കുക്ക് ചെയ്ത സമയത്ത് അടിപൊളി കപ്പയായിരുന്നു. ഞാൻ നെസ്റ്റോന്ന് എടുത്തതിനെക്കാട്ടും നമ്മൾ എന്താ പറയുക, അല്ലാതെ ഉണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഫ്രോസൺ കപ്പ അടിപൊളിയായിട്ട് തോന്നി ഈ ഒരു കപ്പ. അതിന് കോമ്പിനേഷനായിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പം ഞങ്ങൾ യോഗട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ കൂടെ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടൊന്നും നോക്കിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ കോമ്പിനേഷൻ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ലുലുന്ന് വാങ്ങി നേരെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോയി. അപ്പോൾ അവിടെ കയറിയപ്പോൾ അവിടെ മെനു ഒന്നുമില്ല. അപ്പോൾ അതുമല്ല, അവിടെ ആ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്നും പോകുന്ന ഗ്രീൻലാൻഡിൽ കയറി. അവിടെ ഗ്രിൽ ചിക്കനാണ് മെയിൻ. അപ്പം നമ്മൾ അവിടെ എല്ലാം ഉണ്ട്, പക്ഷേ എങ്കിൽ അവിടെ കയറിയാൽ പിന്നെ ഗ്രിൽ ചിക്കൻ ഓർഡർ ചെയ്യുള്ളൂ. കാരണം എനിക്ക് പൊതുവേ ഒരു സ്ഥലത്ത് കയറി എന്തെങ്കിലും ഒരു ഫുഡ് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ മാറ്റി പിടിക്കാൻ ഭയങ്കര ഒരു പാടാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു, പിന്നെ ഒരു ചായയും കൂടെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനിയുള്ള നാളെ മോർണിംഗിലെ വീഡിയോ ആണ്. അപ്പം ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന വഴിയാണ്. രാവിലെ തന്നെ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു, അത് കഴിച്ചു. എണീറ്റത് എനിക്ക് തോന്നുന്നു ഒരു 10:00-ഒക്കെയാണ്. ഇന്ന് സംബന്ധിച്ച് നേരത്തെയാണ്. സാധാരണ 1 മണിക്കൊക്കെയാണ് എണീക്കാറ്, കാരണം പ്രത്യേകിച്ച് ഇവിടെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ പിന്നെ ഒരു ജ്യൂസ്, അവക്കാഡോൻ്റെ ജ്യൂസ് എന്തോ കഴിച്ചു. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കേണ്ട ഒരു ഇതിലേക്ക് കടന്നതാണ്. കാരണം ഈ ബീഫും ചിക്കനും ഒന്നും എനിക്ക് ക്ലീൻ ചെയ്യാൻ എനിക്കെന്തോ ഒരു പോലെയാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഇത് കാണുമ്പോൾ. അപ്പോൾ എനിക്കത് ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കഴിക്കാൻ തോന്നില്ല. അങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നം എനിക്കുണ്ട്. അപ്പം പൊതുവേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നത് നീലായിട്ട് തന്നെയാണ്. എനിക്ക് ഫിഷ് ക്ലീൻ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല, ഈ ചിക്കനും ബീഫും അത് ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങേറാണ്. ഫേസ് കണ്ടിട്ട് ഒന്നും വിചാരിക്കരുത്. കാരണം ഞാൻ എണീറ്റ് വന്ന് അങ്ങനെ എന്താ പറയുക, ഈ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, ഒരു പൗഡർ പോലും ഇട്ടിട്ടില്ല. മുടിയൊന്ന് ചീവി വെച്ചു, അത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് വീട്ടിൽ നിന്ന് ഈ മേക്കപ്പ് ചെയ്ത് നടക്കാൻ പൊതുവേ മടിയാണ്. ചില സമയം ഒരു മൂടൊക്കെ വരുമ്പോൾ ചെയ്യും, അല്ലാത്തപ്പോൾ ഇങ്ങനെ ഈ മടിയാണ്. അതാണ് മെയിൻ പ്രശ്നം. ഞാൻ പൊതുവേ ഒരു മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ ഞാൻ കപ്പയൊന്ന് വേവിച്ച് വെക്കാൻ വിചാരിച്ചു. കാരണം വൈകിട്ട് പുറത്ത് പോകുമ്പോൾ പിന്നെ കപ്പയൊക്കെ വേവിക്കാൻ ഭയങ്കര പാടാണല്ലോ. ഉച്ചയ്ക്ക് ഞങ്ങൾ കപ്പ ബിരിയാണി അല്ല ഉദ്ദേശിക്കുന്ന, ചോറും ബീഫ് കറിയാണ്. പിന്നെ കപ്പ ഒരു സൈഡിൽ ഞാൻ വേവിച്ച് വെച്ചു. എന്നാൽ പിന്നെ രാത്രി വന്നിട്ടൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വേഗം എളുപ്പം പണി കഴിയുമല്ലോ. അപ്പോൾ സാധാരണ ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഉറക്കമുണ്ട്, ജസ്റ്റ് ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ജസ്റ്റ് ഒന്ന് കിടക്കും സാധാരണ. ഇന്ന് ഞാൻ കിടന്നിട്ടില്ല, കാരണം കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചാൽ പിന്നെ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആണ്. എന്താ അറിയില്ല, അന്നത്തെ ഒരു ദിവസം പോയി പിന്നെ പിറ്റേന്ന് നീലായിട്ട് ഡ്യൂട്ടിക്ക് പോകും, പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ എന്നുള്ള ചിന്തയൊക്കെ വരും. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ നെക്സ്റ്റ് പണി നോക്കി. ഇന്നിപ്പോൾ ഓഫല്ലേ, അപ്പോൾ ഒരു പഴംപൊരി ഉണ്ടാക്കാൻ വിചാരിച്ചു. കുറച്ച് പഴംപൊരി, കാരണം വേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ അത് മാത്രം ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചു, പുറത്തിറങ്ങി. നീലാണ്ട് ഹെയർ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് വൈഫൈ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഡേ ടു ഡേയിൽ പോയി സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ നേരെ വീട്ടിൽ തിരിച്ച് വന്നു, കപ്പ വേവിച്ചതൊക്കെ മിക്സ് ചെയ്തു. സംഭവം അടിപൊളിയായിരുന്നു ഉണ്ടാക്കിയത്. ഞാൻ പൊതുവേ അങ്ങനെ ഭയങ്കര കുക്കൊന്നുമല്ല, പക്ഷേ ഞാൻ എന്തോ ഉണ്ടാക്കുമെന്ന് വെച്ചാലും ഞാൻ ഓക്കെയാണ്. കാരണം ഇതൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷേ ഇതൊക്കെ ഒരു യൂട്യൂബ് നോക്കി അങ്ങ് ഒരു ഫ്ലോക്ക് ഉണ്ടാക്കി പോകും. പക്ഷേ എല്ലാം ഇതുവരെ നന്നായിട്ടുണ്ട്. അങ്ങനെ ഒന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റാതെ കളയേണ്ടി വന്നിട്ടില്ല, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ അടിപൊളിയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായില്ല, കാരണം ഇത് എൻ്റെ ടൈപ്പ് ഓഫ് ഫുഡൊന്നും അല്ല ഉണ്ടാക്കാൻ. അപ്പം പക്ഷേ അടിപൊളിയായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 2 ദിവസം ഇത് കഴിച്ചു വെച്ചിട്ട് അത്രയും അടിപൊളിയായിരുന്നു. നമുക്ക് ഈ കപ്പേൻ്റെ ഒരു ഗുണം കൊണ്ടാണ്, അടിപൊളി കപ്പയായിരുന്നു. അപ്പം നമുക്ക് ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ട് നമ്മളിങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ രാത്രി കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ വേർത്തൊലിക്കും. അത് വേറെ കാര്യം. ഭയങ്കര ചൂടാണ്, ഫാൻ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര ആ ഒരു ഓടാൻ തോന്നും ഈ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കിച്ചണിൽ. അപ്പോൾ പെട്ടെന്ന് പണി തീർത്ത് പോകാന്നുള്ളതാണ് ആകെയുള്ള ലക്ഷ്യം. ഈ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് എല്ലാം വാരി വലിച്ചിടുന്ന ഒരു സ്വഭാവമുണ്ട്. എന്ന് വെച്ചാൽ ടിന്നും കണ്ടെയ്നറൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് എല്ലാം കഴിഞ്ഞാണ് പിന്നെ ഞാൻ കയറ്റി വെക്കുക. അപ്പോൾ അടുക്കള ഇങ്ങനെ ഭയങ്കര ഫില്ലായിട്ടുള്ള പോലെ തോന്നും. കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഉപ്പിടേണ്ടി വരും, പിന്നെ മുളക് പൊടി ഇടേണ്ടി വരും. അപ്പോൾ ഈ ഓരോ ടൈമിൽ എടുക്കുന്നതിലും നല്ല എല്ലാം അവിടെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാമല്ലോ. അതാണ് എൻ്റെ ഒരു പരിപാടി. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള സൈഡിൽ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് അപ്പം വെക്കുന്നുണ്ട്. വലിയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ആ ലാസ്റ്റിലൊക്കെ ഇടുള്ളൂ. അങ്ങനെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നീലേട്ടൻ വന്നു. യോഗേർട്ട് ഉണ്ടാക്കാനായിരുന്നു വന്നത്. അതൊന്ന് ജസ്റ്റ് ഒനിയനും അതേപോലെ ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്ത്, അത് നീലേട്ടൻ്റെ പണിയാണ്. ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കി എൻ്റെ പണിയും ഫിനിഷ് ചെയ്ത് വേഗം ഫ്രഷ് ആവാൻ
നോക്കുകയാണ്. കാരണം ഫ്രഷ് ആയിട്ട് വേണം ഇനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുക്കള എങ്ങനെ ഇട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സൈഡിലുള്ള എല്ലാ പാത്രങ്ങളും അതേപോലെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരുവിധം പണി ഒതുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്താൽ മതി. അപ്പം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് വെക്കുക അവിടെ ക്ലീൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ പിന്നെ നമുക്ക് ഗ്യാസ് ലാസ്റ്റ് കുറച്ച് വെക്കുക. അതുപോലെ നമ്മൾ കഴിച്ച പാത്രങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്രഷ് ആയിട്ട് വേണം ഭക്ഷണമൊക്കെ കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ഷെയറും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.